നമസ്കാരം. നിതീഷ് കുമാറിന്റെ എൻഡിഎയിലേക്കുള്ള വരവ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് സുശീൽ കുമാർ മോദി. കുടുംബരാഷ്ട്രീയത്തിനെ നിതീഷ് വിമർശിച്ചതിനെ മോദി പ്രശംസിക്കുകയും ചെയ്തു. ഇതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നിതീഷുമായുള്ള സഖ്യം വരാനുള്ള സാധ്യത ശക്തമായിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വത്തിന് ജെഡിയുവുമായി സഖ്യമുണ്ടാക്കുന്നതിന് യാതൊരു പ്രശ്നങ്ങളുമില്ലെന്ന് മോദി പറഞ്ഞു. അതേസമയം ബീഹാറിലെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ബിജെപി ഹൈക്കമാൻഡ്. കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നൽകിയതടക്കം കൃത്യമായ നീക്കങ്ങൾ നടത്തിയാണ് നിതീഷിനെ വീണ്ടും എൻഡിഎ പാളയത്തിലേക്ക് എത്തിക്കാൻ ബിജെപി ശ്രമിച്ചത്. നിതീഷ് കുടുംബരാഷ്ട്രീയത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞു. ബീഹാറിലെ ബിജെപി കേന്ദ്ര തീരുമാനത്തിനൊപ്പമാണ്. അവർ എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം നിൽക്കുമെന്നും നിതീഷ് കുമാർ പറഞ്ഞു. 2022 നിതീഷ് ബിജെപി സഖ്യമുപേക്ഷിച്ച് മഹാസഖ്യത്തിലെത്തിയത്. നേരത്തെ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നൽകിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചിരുന്നു നിതീഷ്. കർപ്പൂരി താക്കൂർ തൻ്റെ കുടുംബാംഗങ്ങളെ ആരെയും ഭരണത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. സാധാരണ ജനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. എന്നാൽ ചില ആളുകൾ സ്വന്തം കുടുംബത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് നേതാക്കളാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ലാലു പ്രസാദ് യാദവിനെ ലക്ഷ്യമിട്ട് നിതീഷ് പറഞ്ഞിരുന്നു. അതേസമയം നിതീഷ് ലാലുവിനെ പലപ്പോഴായി ഭയപ്പെടുത്തുകയാണ്. താൻ ബിജെപിക്കൊപ്പം പോവുമെന്നാണ് ഭീഷണി. എന്നാൽ ബിജെപിയുടെ വാതിലുകൾ അദ്ദേഹത്തിന് മുന്നിൽ അടച്ചിട്ടിരിക്കുകയാണെന്ന് മാത്രം അദ്ദേഹം ഒരിക്കലും പറയില്ലെന്നും ഗിരിരാജ് സിംഗ് പറഞ്ഞു. നിതീഷിനെ സഖ്യത്തിലേക്ക് കൊണ്ടുവരില്ലെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. നിതീഷ് സഖ്യം വിടുമെന്ന സൂചനയ്ക്ക് പിന്നാലെ ലാലു പ്രസാദ് യാദവിൻ്റെ വീട്ടിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ജെഡിയു നേതാക്കളായ ലാലൻ സിംഗ്, വിജയ് കുമാർ ചൗധരി എന്നിവരെല്ലാം നിതീഷുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. ലാലു പ്രസാദ് ക്യാമ്പിൽ ഭൂരിപക്ഷം ഒപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ലാലു ഭൂരിപക്ഷം ഉറപ്പാക്കും മുമ്പ് നിയമസഭ പിരിച്ചുവിടാനുള്ള ശ്രമവും നിതീഷ് നടത്തിയേക്കും. ലാലുവിൻ്റെ മകൾ രോഹിണി ആചാര്യ നിതീഷിനെതിരെ പരോക്ഷമായി നടത്തിയ വിമർശനം പ്രശ്നം വഷളാക്കിയെന്നാണ് റിപ്പോർട്ട്. തേജസ്വി യാദവും രാബ്രി ദേവി അടക്കം ലാലുവിൻ്റെ യോഗത്തിലുണ്ട്. ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം നേതാക്കൾ തമ്മിൽ വലിയ ഭിന്നത. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിനെയാണ് സീനിയർ നേതാക്കൾ എതിർത്തത്. മമതാ ബാനർജിയാണ് പേര് നിർദ്ദേശിച്ചത്. എന്നാൽ ബീഹാർ മുഖ്യമന്ത്രിയും ജെഡിയു നേതാവുമായ നിതീഷ് കുമാർ, RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് എന്നിവർ ഇതിനെ എതിർത്തു. അത്തരമൊരു തീരുമാനത്തിൽ ഇരുവരും അതൃപ്തി അറിയിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, യോഗത്തിന് ശേഷമുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ വാർത്താസമ്മേളനത്തിലും ഇരുവരും പങ്കെടുത്തില്ല. ഇതിൽ നിന്ന് തന്നെ സഖ്യത്തിലെ വിള്ളൽ വ്യക്തമാണ്. അതേസമയം ഇത് പ്രതിപക്ഷ സഖ്യത്തിൻ്റെ 4ാമത്തെ യോഗമാണ്. ഇതിൽ എല്ലാം ഓരോ നേതാക്കളായി അതൃപ്തി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പല തീരുമാനങ്ങളോടും നേതാക്കൾക്ക് യോജിക്കാനായില്ല. അതേസമയം പാർലമെന്റിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ പ്രതിപക്ഷ എംപിമാരെ പുറത്താക്കിയ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മല്ലികാർജുൻ ഖാർഗെ അഭിപ്രായപ്പെട്ടു.